എവരിവൺ, വെൽക്കം ടു സൈലം ലേണിംഗ്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ മക്കളെ, നമ്മുടെ ഓണപരീക്ഷയാണ് വരാനായിട്ട് പോകുന്നത്. അപ്പോൾ പരീക്ഷയ്ക്കൊക്കെ എങ്ങനെയാണ് ചോദ്യങ്ങൾ വരിക എന്നൊക്കെ നിങ്ങൾക്ക് അറിയാൻ ആഗ്രഹം ഉണ്ടാവില്ലേ? അപ്പോൾ അതുപോലെ പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യനുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, ഒന്ന് ചെയ്തു നോക്കാം അല്ലേ? അപ്പോൾ എല്ലാവരും ഒരുമിച്ച് മിസ്സിൻ്റെ കൂടെ ഒന്ന് ചേർത്ത് വായിക്കുക. പാട്ടിൽ വരികൾ കൂട്ടിച്ചേർക്കും, ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ കുറച്ച് ചിത്രങ്ങളൊക്കെ ഇവിടെ തന്നിട്ടുണ്ട്. നമ്മൾ മലയാളത്തിൽ മനോഹരമായിട്ടുള്ള ധാരാളം ചാപ്റ്റേഴ്സുകൾ നമ്മൾ പഠിക്കുന്നുണ്ട്, ധാരാളം പാഠങ്ങൾ നമ്മൾ പഠിക്കുന്നുണ്ട്. അതിനകത്ത് നമ്മൾ വളരെ പ്രധാനമായിട്ട് ഈ പറയുന്ന ഇലകൾ കൊണ്ട് അല്ലെങ്കിൽ ഓലകൾ ഉണ്ടാക്കുന്ന കുറച്ച് കളിപ്പാട്ടങ്ങളെയൊക്കെ നമ്മൾ പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യനാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നമുക്കതൊന്ന് വായിച്ചു നോക്കാം. അപ്പോൾ പാട്ടിൽ വരികൾ കൂട്ടിച്ചേർക്കും, ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. കളി കളി കളിച്ചിരി, ചിരി ചിരി കളിച്ചിരി, കളിച്ചിരി നല്ല കളിപ്പാട്ടം, പമ്പരമാണേ കളിപ്പാട്ടം. നോക്കിക്കേ, പമ്പരമാണേ കളിപ്പാട്ടം. അപ്പം നമ്മുടെ തന്നിരിക്കുന്ന വരികളൊക്കെ ഒന്നും കൂടി ഒന്ന് വായിച്ചു നോക്കാം. കളി കളി കളിച്ചിരി, ചിരി ചിരി കളിച്ചിരി, കളിച്ചിരി നല്ല കളിപ്പാട്ടം, പമ്പരമാണേ കളിപ്പാട്ടം. അപ്പൊ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, പമ്പരത്തിന്റെ ഒരു ചിത്രം ഇവിടെ ഓൾറെഡി തന്നിട്ടുണ്ട്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട ഒരു 4 വരികളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പൊ അതുപോലെ നമുക്ക് എന്ത് ചെയ്യണം, ഇവിടെയും ഒന്ന് നമുക്ക് പൂരിപ്പിക്കണം. അപ്പൊ ഇവിടെ ആദ്യത്തെ വരി തന്നിട്ടുണ്ട്, കളി കളി കളിച്ചിരി. അപ്പൊ രണ്ടാമത്തത് ഏതായിരിക്കും? തന്നിരിക്കുന്ന വരിയുമായിട്ട് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും രണ്ടാമത്തെ വരി ഏതാണ്. യെസ്, ചിരി ചിരി കളിച്ചിരി, ചിരി ചിരി കളിച്ചിരി. മൂന്നാമത്തെ വരി ഏതാണ്? കളിച്ചിരി നല്ല കളിപ്പാട്ടം. ഓക്കെ, അത് നമുക്ക് അങ്ങനെ തന്നെ എഴുതാം. കളിച്ചിരി നല്ല കളിപ്പാട്ടം. അടുത്തത് പമ്പരമാണ് കളിപ്പാട്ടം എന്നാ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ പമ്പരത്തെ പറ്റി പറയണ്ടല്ലോ, നമുക്ക് അടുത്ത ഒരു കളിപ്പാട്ടം ഇവിടെ ഉള്ളത് ഏതാണെന്ന് നമുക്ക് ചൂസ് ചെയ്യാം. തന്നിരിക്കുന്ന കളിപ്പാട്ടം നോക്കുകയാണെങ്കിൽ ഓലപ്പീപ്പി ഉണ്ട്, അതുപോലെ തന്നെ എന്താണ്, ഓലപ്പന്തുണ്ട്. നമുക്ക് ഏതെങ്കിലും ഒന്നെടുക്കാം. ആദ്യം ഓലപ്പീപ്പി തന്നെ എടുക്കാം അല്ലേ? ഓലപ്പീപ്പിയാണേ കളിപ്പാട്ടം. യെസ്, നോക്കിക്കേ. അപ്പൊ തന്നിരിക്കുന്ന വരികളുമായിട്ട് ചേർത്ത് വെച്ച് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, പുതിയ വരികൾ നമ്മൾ കൂട്ടിച്ചേർത്തു. അതുപോലെ അടുത്തതും നമുക്ക് ഇതേപോലെ കൂട്ടിച്ചേർക്കാമല്ലോ. എങ്ങനെയാണ്? ആദ്യം നമുക്ക് ഇതേപോലെ കളി കളി, യെസ്, കളി കളി കളിച്ചിരി. പിന്നെ ഏതെഴുതുക? ചിരി ചിരി കളിച്ചിരി. പിന്നെ ഏതെഴുതുക? കളിച്ചിരി നല്ല കളിപ്പാട്ടം. പിന്നെ ഏതാ? ഓലപ്പീപ്പി നമ്മൾ എഴുതി, പമ്പരം നമുക്ക് തന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഓലപ്പന്താണ് ബാക്കിയുള്ളത് അല്ലേ? ഓലപ്പന്താണേ കളിപ്പാട്ടം. ഓക്കെ, അപ്പൊ ഇതേപോലെ വരികൾ കൂട്ടിച്ചേർത്ത് നിങ്ങൾ എന്ത് ചെയ്യുക, ഇതുപോലെ പാട്ടൊക്കെ പൂർത്തിയാക്കാനൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം, ഒന്ന് പഠിക്കണം. അപ്പൊ ഇതുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ നമ്മുടെ കളിപ്പാട്ടവുമായി ബന്ധപ്പെട്ട കുറേ ക്വസ്റ്റ്യൻസ് നമുക്ക് ഇനിയും എക്സ്പെക്ട് ചെയ്യാം. അപ്പൊ സപ്പോസ് നിങ്ങൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻസ് വന്നാൽ നിർബന്ധമായിട്ടും എന്തൊക്കെ കാര്യങ്ങളാണ് എഴുതേണ്ടത് അല്ലെങ്കിൽ എങ്ങനെയൊക്കെയാണ് എഴുതേണ്ടത് ഒരു ഐഡിയ കിട്ടിയില്ലേ? സോ ഇതുപോലുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ചോദ്യങ്ങളുമായിട്ട് നമുക്ക് ഇനി അടുത്ത ദിവസം കാണാം കേട്ടോ. സോ എല്ലാവരും എന്ത് ചെയ്യുക, നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഇനി അങ്ങോട്ടേക്കുള്ള ദിവസങ്ങളിൽ നമ്മുടെ ബാച്ചിലും നമ്മുടെ ഈ ഒരു യൂട്യൂബ് ചാനലിലും വരുന്ന എല്ലാ ക്ലാസ്സുകളും നിങ്ങൾ മുടങ്ങാതെ കാണാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ബാച്ചിന്റെ കാര്യം ഒന്നും പറയുന്നില്ല, നമ്മുടെ യൂട്യൂബിന്റെ കാര്യം മാത്രമേ പറയുന്നുള്ളൂ. നമ്മുടെ ബാച്ച് 4ാം ക്ലാസ് ഓൺവേർഡ്സ് ആണ്. നമ്മൾ കുഞ്ഞു മക്കളായതുകൊണ്ട് തന്നെ ഇപ്പം നമ്മൾ നിലവിൽ ബാച്ചൊന്നും കൊടുക്കുന്നില്ല. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക, അടിപൊളിയായിട്ടിരിക്കുക, നല്ല രീതിയിൽ പഠിക്കാം. ഓക്കെ, അപ്പോൾ എല്ലാ മക്കൾക്കും ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്. ബൈ.